ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത് എന്ന പാഠഭാഗത്തിലെ 132 മുതൽ 139 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഭൂപടങ്ങളുടെ ചരിത്രം, വ്യത്യസ്ത തരം ഭൂപടങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഭൂപട നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ എന്നിവയെല്ലാം ഈ അധ്യായത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്? ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ മാപ്പുകൾ ഉപയോഗിക്കുന്നത്? ആൻസർ, ടു ലൊക്കേറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ. ടു ഫൈൻഡ് ദ റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ സയൻറ്റിഫിക്കലി, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി ശാസ്ത്രീയമായി കണ്ടെത്താൻ. ടു അണ്ടർസ്റ്റാൻഡ് ദ ജോഗ്രഫി ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കാൻ. ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് റിസോഴ്സസ്, വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ്? രണ്ടിൻ്റെയും ഒരു താരതമ്യ പഠനമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ സവിശേഷതകളാണ്. ആദ്യത്തേത് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ്. ഫസ്റ്റ് പോയിന്റ്, എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഒരു യഥാർത്ഥ മാതൃക. നെക്സ്റ്റ് വൺ, സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. നെക്സ്റ്റ് വൺ, ഗീവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ ഭൂമിയുടെ സമഗ്രമായ ദൃശ്യബോധം നൽകുന്നു. നെക്സ്റ്റ് വൺ, ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്, രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ്, 2-dimensional ഇമേജ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ദ്വിമാന ചിത്രം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫേസ്, ഭൂമിയുടെ മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധാനം ഒരു പ്ലെയിൻ പ്രതലത്തിൽ ചിത്രീകരിക്കുന്നു. നെക്സ്റ്റ് വൺ, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലസ്ട്രേറ്റഡ് ആസ് സ്ട്രേറ്റ് ലൈൻസ്, അക്ഷാംശവും രേഖാംശങ്ങളും നേർരേഖകളായി ചിത്രീകരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫോർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്, അതായത് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒരു യാത്രയ്ക്കുള്ള റൂട്ട് ആസൂത്രണം ചെയ്യുന്നതിനും വളരെ ഉപയോഗപ്രദമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ മാപ്സ്? എന്താണ് മാപ്പുകൾ, അതായത് ഭൂപടങ്ങൾ? ആൻസർ നോക്കാം. മാപ്സ് ആർ മെയ്ഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫേസ്. സച്ച് പ്ലെയിൻ സർഫേസസ് ഓൺ വിച്ച് ദ എർത്ത് ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഡെപ്പിക്റ്റഡ് ആർ കോൾഡ് മാപ്സ്. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൂമിയെ മുഴുവനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തെ സമതലമായ പ്രതലത്തിൽ പ്രതിനിധീകരിച്ചാണ്. ഭൂമി ഭാഗികമായോ പൂർണ്ണമായോ ചിത്രീകരിച്ചിരിക്കുന്ന അത്തരം പ്ലെയിൻ പ്രതലങ്ങളെ മാപ്പുകൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മാപ്സ് ആർ ക്ലാസിഫൈഡ്? ഭൂപടങ്ങളെ തരംതിരിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ, ദ ഫങ്ഷൻ ഓഫ് ദ മാപ്പ്, ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്, അതായത് മാപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ചും മാപ്പുകൾ നിർമ്മിക്കുന്ന സ്കെയിൽ അനുസരിച്ചുമാണ് ഇവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആൻഡ് വാട്ട് ആർ ദെയർ ഫങ്ഷൻസ്? വ്യത്യസ്ത തരം മാപ്പുകൾ ഏതൊക്കെയാണ്, അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, പൊളിറ്റിക്കൽ മാപ്പ്, മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്സ്, ക്യാപിറ്റൽസ്, യൂണിയൻ ടെറിട്ടറീസ്, ബൗണ്ടറീസ് എക്സെട്ര, അതായത് രാഷ്ട്രീയ ഭൂപടം, സംസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിർത്തികൾ മുതലായവ ഉൾപ്പെടുന്ന ഭൂപടങ്ങളാണ് പൊളിറ്റിക്കൽ മാപ്സ്. നെക്സ്റ്റ് വൺ, ഫിസിയോഗ്രഫിക് മാപ്പ്, മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ലാൻഡ് സർഫേസ് ഫീച്ചേഴ്സ് സച്ച് ആസ് മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, പ്ലാറ്റോസ്, ഡെസേർട്സ്, ഓഷ്യൻസ് എക്സെട്ര, അതായത് പർവ്വതങ്ങൾ, നദികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, മരുഭൂമികൾ, സമുദ്രങ്ങൾ തുടങ്ങിയ ഭൂപ്രതല സവിശേഷതകൾ ഉൾപ്പെടുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ഫിസിയോഗ്രഫിക് മാപ്പ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ടേഷൻ മാപ്സ്, മാപ്സ് ഇൻക്ലൂഡിംഗ് മേജർ റോഡ്സ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ്, റെയിൽവേസ്, വാട്ടർവേസ് എക്സെട്ര, അതായത് ഗതാഗത ഭൂപടം, പ്രധാന റോഡുകൾ, ദേശീയ സംസ്ഥാന പാതകൾ, റെയിൽവേ, ജലപാതകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന മാപ്പുകൾ. നെക്സ്റ്റ് വൺ, സോയിൽ മാപ്പ്, മാപ്സ് ഷോയിങ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, ഫെർട്ടിലിറ്റി ആൻഡ് സോയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റീജിയൻ, അതായത് ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണ്, ഫലഭൂയിഷ്ഠത, മണ്ണിൻ്റെ വിതരണം എന്നിവ കാണിക്കുന്ന മാപ്പുകൾ. നെക്സ്റ്റ് വൺ, റിസോഴ്സ് മാപ്പ്, മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചറൽ റിസോഴ്സസ്, ലാൻഡ് യൂസ്, എക്കണോമിക് ഇൻഫോർമേഷൻ എക്സെട്ര,
അതായത് പ്രകൃതി വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങൾ, ഭൂവിനിയോഗം, സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂപടങ്ങൾ. നെക്സ്റ്റ് വൺ ക്ലൈമറ്റ് മാപ്പ്. മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ്, ടെമ്പറേച്ചർ ലെവൽ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എക്സെട്ര. വിവിധ കാലാവസ്ഥാ പ്രദേശങ്ങൾ, താപനില, അന്തരീക്ഷ സാഹചര്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂപടങ്ങളാണ് ക്ലൈമറ്റ് മാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ്? മാപ്പുകളുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ. ഫസ്റ്റ് വൺ ഫിസിക്കൽ മാപ്സ്. മാപ്സ് ദാറ്റ് ഡെപ്പിക്ട് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ സച്ച് ആസ് ടോപ്പോഗ്രഫി, സോയിൽ, റിവേഴ്സ്, ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ. അതായത് ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, സസ്യങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവിക സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഫിസിക്കൽ മാപ്പുകൾ. Then next one, cultural maps. Maps that depict man-made features or cultural features. For example, political divisions such as countries, states and districts, roads, railways, ports, population distribution, etc. അതായത് മനുഷ്യനിർമ്മിത സവിശേഷതകളോ സാംസ്കാരിക സവിശേഷതകളോ ചിത്രീകരിക്കുന്ന മാപ്പുകളാണ് കൾച്ചറൽ മാപ്സ്. ഉദാഹരണങ്ങൾ രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ, റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയ രാഷ്ട്രീയ വിഭജനങ്ങളാണ് അതിൽ വരുന്നത്. Next one, why do we use different maps for representing different geographical features? വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ എന്തിനാണ് വ്യത്യസ്ത മാപ്പുകൾ ഉപയോഗിക്കുന്നത്? ആൻസർ. ഇഫ് ഡിഫറെൻറ്റ് geographical features are depicted on same map, it will create confusion and make data collection complex. That is why major geographical features are depicted on different maps. വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഒരേ ഭൂപടത്തിൽ ചിത്രീകരിച്ചാൽ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും വിവരശേഖരണം സങ്കീർണമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാന ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വ്യത്യസ്ത ഭൂപടങ്ങളിൽ നമ്മൾ ചിത്രീകരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് തീമാറ്റിക് മാപ്സ്? എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ? ആൻസർ. ദ മാപ്സ് ദാറ്റ് ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഓർ സ്പെസിഫിക് തീം ആർ കോൾഡ് തീമാറ്റിക് മാപ്സ്. ഒരു പ്രത്യേക വിഷയത്തിലോ നിർദ്ദിഷ്ട തീമിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാപ്പുകളെ നമ്മൾ വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സ്കെയിൽ ഓഫ് എ മാപ്പ്? ഭൂപടത്തിൻ്റെ തോത് എന്നാൽ എന്താണ്? ആൻസർ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ എർത്ത് ആൻഡ് ദ ഡിസ്റ്റൻസ് മാർക്ക്ഡ് ഓൺ മാപ്സ് ഈസ് ദ സ്കെയിൽ ഓഫ് എ മാപ്പ്. ഭൂമിയിലെ യഥാർത്ഥ ദൂരവും മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ദൂരവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മാപ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ സ്കെയിൽ? തോതിനെ അടിസ്ഥാനമാക്കി മാപ്പുകൾ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ആൻസർ. ബേസ്ഡ് ഓൺ സ്കെയിൽ മാപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ലാർജ് സ്കെയിൽ മാപ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്സ്. തോതിനെ അടിസ്ഥാനമാക്കി ഭൂപടങ്ങളെ വലിയ തോതിലുള്ള ഭൂപടങ്ങൾ, ചെറിയ തോതിലുള്ള ഭൂപടങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലാർജ് സ്കെയിൽ മാപ്സ് ആൻഡ് സ്മോൾ സ്കെയിൽ മാപ്സ്? വലിയ തോതിലുള്ള ഭൂപടങ്ങളും ചെറിയ തോതിലുള്ള ഭൂപടങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 139 കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലാർജ് സ്കെയിൽ മാപ്സ് നോക്കാം. അതിൽ വരുന്നത് ഡെപിക്സ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് എ സ്മോൾ ഏരിയ, അതായത് ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ച് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. ദെൻ അതിൽ എക്സാമ്പിൾസ് ആണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, വില്ലേജ് മാപ്പ് എന്നിവ. അതായത് ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം എന്നതാണ് ഉദാഹരണങ്ങൾ. പിന്നെ അതിൽ വരുന്നത് സ്കെയിൽ, എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഹാഫ് കിലോമീറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ അഗെയിൻ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ക്വാർട്ടർ കിലോമീറ്റർ. നെക്സ്റ്റ് വൺ, സ്മോൾ സ്കെയിൽ മാപ്സ് ഡെപിക്സ് ഓൺലി ലെസ് ഇൻഫോർമേഷൻ ഓഫ് ആൻ ഏരിയ, അതായത് ഒരു പ്രദേശത്തെ സംബന്ധിച്ച് കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. ഫോർ എക്സാമ്പിൾ വേൾഡ് മാപ്പ്, മാപ്പ് ഓഫ് ഇന്ത്യ, മാപ്പ് ഓഫ് കേരള. ഇതിൻ്റെ തോത് പറയുകയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 25 കിലോമീറ്റർ, ദെൻ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 കിലോമീറ്റർ. ഇനി പേജ് നമ്പർ 136 ഒരു 2 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് മാപ്സ് ആസ് ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. അതിൽ കുറച്ച് മാപ്പുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവയെ ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും ആക്കി തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ മാപ്സിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിയോഗ്രഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ് എന്നിവയാണ് ഫിസിക്കൽ മാപ്സിൽ വരുന്നത്. ഇനി കൾച്ചറൽ മാപ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ഇനി അതിന് തൊട്ട് താഴെയായിട്ടൊരു ടേബിൾ തന്നിട്ടുണ്ട്. കോളം എ ആൻഡ് ബി ഗീവ് ദ വേരിയസ്
features on the surface of the earth and the names of the maps on which they are depicted. Connect them with lines. വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളുടെ പേരുകളുമാണ് എ ബി എന്നീ കോളങ്ങളിൽ നൽകിയിരിക്കുന്നത്. അത് വരകൾ ഉപയോഗിച്ച് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എ കോളത്തിൽ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻ, അതായത് മഴയുടെ വിതരണം. അതിൽ ബി കോളത്തിൽ മാച്ച് ആവുന്നത് ക്ലൈമറ്റ് മാപ്പ്, കാലാവസ്ഥാ ഭൂപടം. നെക്സ്റ്റ് വൺ ഫോറസ്റ്റ് ഏരിയ, അതായത് വനവിസ്തൃതി. അതിൻ്റെ ആൻസർ വരുന്നത് വെജിറ്റേഷൻ മാപ്പ്, അതായത് നൈസർഗിക സസ്യജാല ഭൂപടം. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, നെൽപ്പാടങ്ങളുടെ വിതരണം. ആൻസർ വരുന്നത് അഗ്രികൾച്ചറൽ മാപ്പ്, അതായത് കാർഷിക ഭൂപടം. നെക്സ്റ്റ് വൺ റോഡ് നെറ്റ്വർക്ക്, അതായത് റോഡ് ശൃംഖല. അതിൻ്റെ ആൻസർ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, ഗതാഗത ഭൂപടം. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നെക്സ്റ്റ് പോർഷൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.